ശ്രീ ഹസ്കർ, ഇതിൽ വളരെ കൃത്യമായ ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ മുൻ നിശ്ചയപ്രകാരം ഈ 20-ാം തീയതി നമുക്ക് ആ ചർച്ച നടത്താമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും മുനമ്പത്തുകാരുടെയാണല്ലോ 610 കുടുംബങ്ങളുടെ ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തീയായി പടർന്നു നിൽക്കുന്നത്. അവരുടെ ആശങ്കയകറ്റാൻ എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുന്നത്? അതിൽ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയം സർക്കാരിനില്ലേ, ഇടതുപക്ഷത്തിനില്ലേ, ഒപ്പം പ്രതിപക്ഷത്തിനും? അങ്ങനെയല്ല. ഈ ഉദാഹരണത്തിന് മുനമ്പം വിഷയം മാത്രം എടുക്കാം. മുനമ്പം വിഷയത്തിൽ നിശ്ചയമായും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആകമാനം ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് വിശിഷ്യ കേരളത്തിലെ വിവിധ മുസ്ലിം മത സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ബിഷപ്പുമാരുമായി നടത്തിയിട്ടുള്ള ചർച്ചകൾ നാം കേട്ടതാണ്. സ്വാഭാവികമായും അത് വിശ്വാസ്യതയിൽ എടുത്താൽ ഈ വിഷയത്തിന് പരിഹാരമാകും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാർ ഇടപെടുന്നതിന് പകരം മുസ്ലിം ലീഗിനെയാണോ നിങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മുനമ്പത്തുകാരുമായി സംസാരിക്കാൻ? ഇതിൽ മുനമ്പം വിഷയമായി മുസ്ലിം ലീഗിന് എന്താണ് ഇതിൽ കാര്യം? അതിൽ കാര്യമുണ്ട്. അത് മതപരമായി തീർക്കാൻ സർക്കാർ ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണമല്ലേ അത്? ലീഗ് അല്ലല്ലോ ഇടപെടേണ്ടത്, സർക്കാരിന്റെ പ്രതിനിധികളല്ലേ അവരുമായി ചർച്ച നടത്തേണ്ടത്. ഒന്നാമതേ ഈ വിഷയം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരം തരണം. നിയമപരമായ പരിഹാരം എന്ന് പറയുന്നത്, ഇത് സത്താർ സേട്ട് നൽകിയിട്ടുള്ള വഖഫ് ഡീഡ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഡീഡ് എന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതും അതിൽ കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളതുമാണ്. ഏതെങ്കിലും തരത്തിൽ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കല്ലാതെ ഈ ഭൂമി ഉപയോഗിക്കാൻ പാടില്ലെന്നും, അങ്ങനെ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ആ ഭൂമി തിരിച്ച് സത്താർ സേട്ടിന്റെ പിന്തുടർച്ച അവകാശികൾക്ക് നൽകണം എന്ന ഒരു കണ്ടീഷൻ ആ ഡീഡിൽ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അൺകണ്ടീഷണലായിട്ട് മാത്രമേ ഇത്തരം വഖഫ് ഡീഡുകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമപരമായ വ്യവസ്ഥ നിലനിൽക്കെ, കണ്ടീഷണൽ ഡീഡ് ആവുമ്പോൾ സ്വാഭാവികമായും അത് വഖഫ് ഡീഡ് എന്നതിന് പകരം അത് ഒരു ഗിഫ്റ്റ് ഡീഡായി മാറുന്നു എന്ന നിയമപരമായ വ്യാഖ്യാനമുണ്ട്. ആ നിയമപരമായ വ്യാഖ്യാനത്തിന് സെക്ഷൻ 51 വഖഫ് ആക്ടിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഏതെങ്കിലും തരത്തിൽ വഖഫ് ഡീഡുകളിൽ ഒന്നാമതായി വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് തുടർന്ന് ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വോയിഡ് അബിനിഷ്യൂ ആയി പ്രഖ്യാപിക്കാം എന്ന് വഖഫ് നിയമം തന്നെ പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് ഒരു നിയമപരമായി പരിഹരിക്കേണ്ട വിഷയമാണ്. ഇനി ഈ നിയമപരമായ പ്രശ്നം അതിൽ ഉൾക്കൊള്ളുന്ന ഘട്ടത്തിൽ ഇതിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിക്കും, മുസ്ലിമായി ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇപ്പോ സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും വീണ്ടും ഈ പ്രശ്നം നിയമപരമായി നീണ്ടുപോകുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയപരമായി കൂടി പരിഹരിക്കപ്പെടേണ്ട വിഷയമുണ്ട്. അങ്ങനെ അതിനൊരു ഉദാഹരണമാണ് വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി എന്ന പേരിൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന, ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തിരിക്കുന്ന അപ്പീലിനെ തുടർന്നാണ് ഇവരുടെ റവന്യൂ അധികാരങ്ങൾ ആകമാനം കവർന്നുകൊണ്ട് സ്റ്റേ ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ നാളെ മറ്റൊരാളും ഇത്തരത്തിലൊരു നിയമപരമായ പോരാട്ടത്തിന് തയ്യാറാകാതിരിക്കുക എന്നുള്ളത് മുസ്ലിം സംഘടനകളിലെ ആകമാനം. ഇന്ന് വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ അതിൽ പറയുന്നുണ്ട്, വഖഫ് ഭൂമി മോചിപ്പിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ മുനമ്പത്ത് അധിവസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവരെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ഏതറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് ഈ വഖഫ് സംരക്ഷണ സമിതി പറയുന്നത്. നിങ്ങൾ മുനമ്പത്തുകാരെ തെറ്റിദ്ധരിപ്പിക്കണ്ട.